السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. وعن عبادة بن الصامت رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ما على الأرض مسلم يدعو الله تعالى بدعوة إلا آتاه الله إياها أو صرف عنه من السوء مثلها ما لم يدع بإثم أو قطيعة رحم. فقال رجل من القوم: إذا نكثر. قال: الله أكثر. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: മാ അലൽ അർളി മുസ്ലിമുൻ യദ്ഉല്ലാഹ തആല ബിദഅവത്തിൻ ഇല്ലാ ആതാഹുല്ലാഹു ഇയ്യാഹാ. ഭൂമുഖത്തുള്ള ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു കാര്യത്തിനു വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അവന് അത് നൽകും. ഔ സ്വറഫ അൻഹു മിനസ് സൂഇ മിസ്ലഹാ, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂഅ് അവനിൽ നിന്ന് നീക്കിക്കളയും. മാലം യദ്ഉ ബിഇസ്മിൻ ഔ ഖത്ഈഅത്തി റഹിമിൻ, കുറ്റകരമായ കാര്യത്തിനു വേണ്ടിയോ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയോ അല്ല അവൻ പ്രാർത്ഥിച്ചതെങ്കിൽ. ഫഖാല റജുലുൻ മിനൽ ഖൗം, അപ്പോൾ ഒരാൾ ചോദിച്ചു: ഇദൻ നുക്തിറു, ഞങ്ങൾ അധികം ചോദിച്ചാലോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹു അക്സറു, അല്ലാഹു അധികം നൽകുന്നവനാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഏതൊരു മുസ്ലിമും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ, ആവശ്യങ്ങൾ നിരത്തിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സൂഅ് അവനിൽ നിന്ന് നീക്കിക്കളയുകയോ ചെയ്യുന്നതാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നർത്ഥം. ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ വലിയ ഒരു മുസീബത്തിൽ നിന്ന് അല്ലാഹു അവനെ ആ ദുആയുടെ ഫലമായി രക്ഷപ്പെടുത്തും. പക്ഷെ എന്ത് വേണം? അതിനൊരു ഷർത്തുണ്ട്. അവൻ കുറ്റകരമായ കാര്യത്തിന് വേണ്ടി ആവരുത് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയോ ആകരുത്. ഇതാണ് നിബന്ധന. അപ്പോൾ ചോദിക്കപ്പെട്ടതാണ്, ഞങ്ങൾ അധികം ചോദിച്ചാലോ? അപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു അധികം നൽകുന്നവനാണ്. അല്ലാഹുവിന് പിശുക്കില്ല. എത്ര ചെറിയ കാര്യമാണെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. കുറ്റകരമായ കാര്യം ആവരുതെന്ന് മാത്രം, കുടുംബബന്ധം മുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാവരുതെന്ന് മാത്രം. ഇതൊഴിച്ച് ഏത് നിസ്സാര കാര്യവും അല്ലാഹുവിനോട് ചോദിക്കാം. എത്ര ചോദിച്ചാലും അല്ലാഹു തരാൻ കഴിവുള്ളവനാണ്. വെള്ളിയാഴ്ച ദിവസം ഇജാബത്തിന്റെ ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ ഏതോ ഒരു സെക്കൻഡ്, ഏതോ ഒരു സമയം ദുആക്ക് ഇജാബത്തുൽ സമയമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ധാരാളം ആവശ്യങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ പൊരുത്തത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ ദുആകൾക്കൊക്കെ അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. നമ്മുടെ മഹത്തുക്കൾ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ കാരണവന്മാർ, അവരുടെ ദുആക്കും അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.